ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പത്തെ മാന്ത്രിക എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ കട്ടപ്പാടത്തെ മാന്ത്രികൻ ഓഗസ്റ്റ് 30 റിലീസാവുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഫൈസൽക്കാണ് ഇതിലേക്ക് വിളിക്കുന്നത്. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നായകൻ്റെ അമ്മയായിട്ടാണ്. സുമിത്താണ് ഇതിൽ ഹീറോ വേഷം ചെയ്തിട്ടുള്ളത്. വിനോദേട്ടനാണ് എൻ്റെ ഗോ ആക്ടറായിട്ട് എൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലെത്തിപ്പെട്ടു, സന്തോഷം. ഇതിനു മുമ്പ് ഏതൊക്കെ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്? അതിനു മുമ്പ് കുറച്ച് പടങ്ങൾ ചെയ്തിരുന്നു. അതെ അതെ, 18+ ശേഷം മൈക്കിൾ ഫാത്തിമ, പിന്നെ അതുപോലെ പ്രേമലു, ഇപ്പൊ ഗുരുവായൂരമ്പലടയിൽ ഇറങ്ങി, ഗോളം ഇറങ്ങി, ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, അതൊക്കെ ഇറങ്ങുന്നതിന് മുമ്പാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ തുടക്കകാലത്ത് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെയും വേണമെങ്കിൽ പറയാം. പക്ഷെ ശേഷം മൈക്കിൾ ഫാത്തിമയൊക്കെ റിലീസായിരുന്നു. അതിനുശേഷമാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഇതിനകത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പൊ അവിടെയുള്ള കട്ടപ്പാടം, അപ്പൊ അവിടെയുള്ള ഒരു വളരെ നല്ല ഒരു കുഞ്ഞു കുടുംബത്തിലെ ഒരാളാണ് ഞാൻ. അച്ഛൻ, അമ്മ, മകൻ, ഞങ്ങൾ 3 ആള് കൂടിയുള്ള ലോകമാണ് ഞങ്ങളുടെ ലോകം. അതിൽ മകനെ പറ്റി ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും ഉള്ള സാധാരണ നാട്ടുമ്പുറത്തുകാരി അമ്മ. അപ്പൊ വിനോദേട്ടനാണല്ലോ. അതെ. എങ്ങനെയുണ്ടായിരുന്നു ആളുടെ എപ്പോഴും എക്സ്പീരിയൻസ്? വിനോദേട്ടൻ എനിക്ക് നേരത്തെ അറിയാം, വ്യക്തിപരമായി എനിക്കറിയാം. പിന്നെ വിനോദേട്ടന്റെ നമ്മളെ മെറ്റി മൂസ മുതൽ അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഭയങ്കര പരിചിതമാണ്. അത് മാത്രമല്ല, നമ്മള് കോഴിക്കോട്ടുകാരാണ്. അപ്പൊ അതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു ആക്ട് ചെയ്യുമ്പോ. സുമിത്തായിരുന്നു എന്നെ സംബന്ധിച്ച് പുതിയൊരാള്. പക്ഷെ സുമിത്തും ഏറ്റവും അടുപ്പത്തിൽ ഏറ്റവും ആദ്യം കൂട്ടായത് ശരിക്കും പറഞ്ഞാൽ സുമിത്തുമായിട്ടാണ്. ശരിക്കും ഒരു അമ്മ മകൻ. അതെ 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 അതെ, അമ്മ മകൻ എന്നൊരു ഉപരിയായിട്ട് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. അതെ 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 അതെ, തീർച്ചയായിട്ടും. പിന്നെ ചെറുപ്പമായിട്ട് അഭിനയിക്കുന്ന കുട്ടി, കുഞ്ഞിമോൻ. അവൻ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. കുഞ്ഞിമോനുമായിട്ടുള്ള കോംബോ ഉണ്ടായിരുന്നത്. അവനും ഇതുപോലെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, അവർക്ക് തീരെ ഒട്ടും സ്റ്റേജ് ഫിയർ ഇല്ല, ഒട്ടും പ്രശ്നമില്ല. അങ്ങനത്തെ അവർ ഓൾറെഡി ഇതിനോടൊക്കെ യൂസ്ഡ് ആയ മാതിരിട്ടാണ് ചെയ്യുക. അപ്പോൾ അവന് ഒരു ബുദ്ധിമുട്ടും അതായത് പകപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഞങ്ങൾക്കും വളരെ ഈസി ആയിരുന്നു കൈകാര്യം ചെയ്യാനായിട്ട്. ഇതില് വിനോദേട്ടന്റെ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. ഇന്റർവ്യൂ ആയിട്ടുള്ള. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വിനോദേട്ടൻ ആസ് എൻ ആക്ടർ ഭയങ്കര നല്ല ആളാണ്. അതിനുപരിയായിട്ട് നല്ല മനുഷ്യനാണ്. അപ്പോൾ വിനോദേട്ടൻ്റെ ക്യാരക്ടർ മാക്സിമം ഉൾക്കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കൂടെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും അവരുടേതായ ഭാഗം ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.